നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ എഡിറ്റിംഗ് തന്നെ നമുക്ക് ഈ ക്യാമറ റോ ഫിൽറ്റേഴ്സ് യൂസ് ചെയ്ത് തന്നെ ചെയ്യാം. ഇമേജിനകത്ത് അഡ്ജസ്റ്റ്മെൻറ്റ്സ് എടുത്തില്ലെങ്കിൽ നമുക്ക് ക്യാമറ റോ ഫിൽറ്റേഴ്സ് യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റും. നമുക്ക് ഓരോ വാല്യൂസും മാറ്റാം. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് സ്പ്ലിറ്റ് ടോണിങ് ആണ്. അതിനകത്ത് നമുക്ക് ഹ്യൂം സാച്ചുറേഷൻ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ബാലൻസ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഓരോന്നും 2 മോഡാണ്. ഒന്ന് ഹൈലൈറ്റ് മോഡും ഒന്ന് ഷാഡോ മോഡും ആണ്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഗ്രാജുവേറ്റഡ് ഫിൽറ്റർ ആണ്. അതായത് നമ്മൾ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുമ്പോൾ നമുക്കൊരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഏരിയ കിട്ടും. നമുക്ക് അതിനനുസരിച്ച് നമ്മുടെ കളറിൻ്റെ ടെമ്പറേച്ചറും ടിൻറ്റും എക്സ്പോഷറൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. ഫെദർ പോലെയാണ് ആ വാല്യൂസ് വന്നത്. ജസ്റ്റ് ഇവിടെ നിന്ന് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ താഴത്തോട്ട് വരുമ്പോഴേക്കും വാല്യൂ കുറഞ്ഞുമായിരിക്കും വരുന്നത്. ജസ്റ്റ് ഒന്ന് ചെയ്തു നോക്കാം. നിങ്ങൾക്ക് കാണാൻ പറ്റുമ്പോൾ ഒരു എഡ്ജിൽ നിന്ന് തുടങ്ങുമ്പോഴേക്കും അവിടെ മാത്രം വാല്യൂസ് അഡ്ജസ്റ്റ് ആവുന്നത്, ബാക്കി ഫെദറായിട്ട് തന്നെ പോകും. അതിൻ്റെ ഡീഹേസും ക്ലാരിറ്റിയും സാച്ചുറേഷനൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇനി അതേപോലെ തന്നെ ഉള്ളതാണ് ഒന്ന് റേഡിയൽ. അതും ജസ്റ്റ് ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു സ്പെസിഫിക് ആയിട്ട് അത് റൗണ്ടിലായിരിക്കും കിട്ടണത്. അതനുസരിച്ച് നമുക്ക് എഡിറ്റിംഗ് നടത്താൻ പറ്റും. സെയിം ഓപ്ഷൻ തന്നെയാണ് നേരത്തെ ഗ്രാജുവേറ്റഡ് ഫിൽറ്ററിനകത്ത് യൂസ് ചെയ്ത അതേ ഓപ്ഷൻസ് തന്നെയാണ് നമുക്ക് റേഡിയൽ ഫിൽറ്ററിനകത്തും ഉള്ളത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ബ്രഷ് ടൂളാണ്. അതായത് നമുക്ക് എഡിറ്റിംഗ് നടത്തേണ്ട ഭാഗത്ത് മാത്രം നമുക്ക് ബ്രഷ് യൂസ് ചെയ്ത് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ എന്ത് എഡിറ്റിംഗ് നടത്തിയാലും നമ്മൾ നേരത്തെ ബ്രഷ് യൂസ് ചെയ്ത് സെലക്ട് ചെയ്ത ഭാഗത്ത് മാത്രമേ ആ എഡിറ്റിംഗ് അപ്ലൈ ആവുള്ളൂ. ഇനി റെഡ് ഐ ടൂളാണ്. ഇൻ കേസ് നമ്മുടെ കണ്ണിൻ്റെ കളറിനൊക്കെ ചേഞ്ച് ഉണ്ടെങ്കിൽ നമുക്കത് കറക്റ്റ് കളറിലോട്ട് ചേഞ്ച് ചെയ്തെടുക്കാൻ പറ്റും. പീപ്പിളിൻ്റെ സൈസും അതിൻ്റെ ഡാർക്ക്നെസ് എമൗണ്ടൊക്കെ നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാം.